നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടെ ഏറ്റെടുത്തൊരു വിധി കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ആദ്യ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ, മാതാപിതാക്കൾ സിയയും സഹദും അവരുടെ കുഞ്ഞ് സബിയയും, അവർക്ക് സബിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്ന് പ്രത്യേകം നൽകാതെ മാതാപിതാക്കൾ എന്ന് നൽകണമെന്ന സിയയുടെയും സഹദിന്റെയും ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചത് ഇന്നലെയാണ്. ഈ ചരിത്ര വിധിയുടെ സന്തോഷത്തിലാണ് ഇന്ന് ഈ കുടുംബം, ഈ ചെറിയ കുടുംബമുള്ളത്. നമുക്കൊപ്പം ഇന്ന് സിയ ചേരുകയാണ്. സിയ, വലിയ സന്തോഷത്തോടെ ന്യൂസ് 3യിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. വലിയൊരു പോരാട്ടം നടത്തേണ്ടി വന്നു കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എന്ന് എഴുതാൻ, അങ്ങനെ ഒരു രേഖാമൂലം ഉള്ള എഴുത്ത് വരാനായി. എങ്ങനെയായിരുന്നു ആ പോരാട്ടത്തിൻ്റെ ഒരു കാര്യം ഞങ്ങളോട് പങ്കുവെക്കുകയാണെങ്കിൽ? തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ്. മാത്രമല്ല, ഇതിൻ്റെ ഒരു ജേണി തുടങ്ങുന്നതെന്ന് വെച്ചാൽ 2 വർഷം മുന്നെയാണ്. 2023 ഫെബ്രുവരി 8-നാണ് ബിയുടെ ജനനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടുന്ന് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ കോഴിക്കോട് കോർപ്പറേഷനിലാണ് നമ്മുടെ പരിധി വരുന്നത്. ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ നമ്മൾ അപ്ലൈ ചെയ്തു. പക്ഷേ ആ സമയത്തെ നമ്മൾ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫാദർ എന്നുള്ള സ്ഥാനത്ത് സഹദിൻ്റെ പേരും അമ്മ എന്നുള്ള സ്ഥാനത്ത് എൻ്റെ പേരും വരണമെന്നായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ സാധിക്കില്ല എന്ന് അവരുടെ മറുപടി കാരണം അവർ പറഞ്ഞു, ഫാദറിൻ്റെ സ്ഥാനത്ത് സിയയുടെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ജെൻഡർ എന്ന് കൊടുക്കുക, അമ്മയുടെ സ്ഥാനത്ത് ഡെലിവറി ചെയ്ത ആൾ സഹദ് ആയതുകൊണ്ട് സഹദിൻ്റെ പേരിന് നേരെ ട്രാൻസ്ജെൻഡർ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അവർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്തു. നമുക്ക് അങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കോഴിക്കോട് കോർപ്പറേഷൻ അപ്രൂവ് ചെയ്തു. പക്ഷേ ഞങ്ങളത് കയ്യിൽ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് എന്തായാലും കേസുമായിട്ട് അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുക എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ അഡ്വക്കേറ്റ് പത്മാലക്ഷ്മിയെ മാമിനെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു. മാം ഞങ്ങളെ നല്ലൊരു രീതിയിൽ ഞങ്ങൾ ഇതിന് സഹായിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് നേരം വെളുത്തപ്പോൾ തന്നെ നല്ലൊരു സന്തോഷ വാർത്തയാണ് ഞങ്ങളെ തേടിയെത്തിയത്. ഏറ്റവും സന്തോഷം പത്മ തന്നെ ആ കേസ് വാദിച്ചു എന്നുള്ളതാണ് അല്ലേ? ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാൾ, ആദ്യത്തെ വക്കീൽ അല്ലേ? അപ്പൊ അങ്ങനെ പ്രത്യേകതകൾ ഒരുപാടുണ്ടായിരുന്നു കേസിന്. കേട്ടപ്പോ ആദ്യം പത്മ എന്താണ് പറഞ്ഞത്? നമുക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും തന്നെ ഒരു ആത്മവിശ്വാസം അന്നേ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് തുടക്കത്തിലെ മാം ഞങ്ങൾക്കൊരു ഭയങ്കര ഇത് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കിത് വിജയിക്കാം, നമ്മളിത് നേടിയെടുക്കും ചെയ്യാം, ഒരിക്കലും പിന്നോട്ട് മാറണ്ട, നമുക്ക് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വെച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം, എവിടെ വേണമെങ്കിലും ഞാൻ പോയി വാദിച്ചോളാം, നിയമപരമായിട്ട് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ആള് സ്വയം ഏറ്റെടുത്തൊരു കേസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക്കീല് നമുക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു എന്ന് വേണം പറയാനായിട്ട്. ഒരു വക്കീൽ ഫീസോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാതെയാണ് മാം ഇത് വാദിച്ച് വിജയിപ്പിച്ച് തന്നിരിക്കുന്നത്. ആ ഒരു വിധി വന്നപ്പോഴേ ഉള്ള ഒരു സന്തോഷമാണ്. കാരണം സബിയയുടെ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നെ നിങ്ങൾ വിചാരിച്ചതുപോലെ മാതാപിതാക്കളായി വന്നപ്പോൾ ഉള്ളൊരു സന്തോഷം എങ്ങനെയായിരുന്നു? സഹദും കൂടി ഇന്ന് വരാനിരുന്നതാണ്, പ്രത്യേക സാഹചര്യത്തിൽ ഒഴിവായി പോയതാണ്. എങ്ങനെയായിരുന്നു സഹദും സിയൊക്കെ അത് ആഘോഷിച്ചത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സെന്തായിരുന്നു അപ്പോൾ? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അത്. കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ നേടിയെടുത്തു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് അത് കിട്ടി. അത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗം, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അല്ലേ? അപ്പോൾ അത് അങ്ങനെ ഒരു ന്യൂസ് നമ്മൾ കേട്ടപ്പോൾ തന്നെ എന്താ പറയുക, കരയണോ ചിരിക്കണോ സന്തോഷിക്കണോ വല്ലാത്തൊരു ഫീലിങ്സിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അത് എന്തായാലും അത് കിട്ടിയില്ല, ഒത്തിരി സന്തോഷം. അതിന് കൂടെ നിന്ന് എല്ലാവരോടും നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഞാനൊരു ചെറിയ കുടുംബം എന്ന് നിങ്ങളെ മാത്രം 3 പേരെ ഒതുക്കി പറഞ്ഞെങ്കിലും ഇതൊരു ചെറിയ കുടുംബത്തിന്റെ സന്തോഷമല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഞങ്ങൾ കാണുന്നത് നിങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ കൊണ്ട് എപ്പോഴും ഒരു ചുറ്റിനും കുറേ ആളുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് സബിയ കുഞ്ഞിന്റെ ജനനം മുതൽ അല്ലെ, ആ ഫോട്ടോഷൂട്ട് മുതൽ ഇങ്ങോട്ട് 2 വയസ്സ് ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നമ്മൾ കണ്ടതാണ്. മൊത്തത്തിൽ ലൈഫ് ഒരു സെലിബ്രേഷൻ ആ രീതിയിലേക്ക് മാറിയോ? തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ വലിയൊരു എന്താ പറയാ, ഒരു കൈത്താങ്ങ് പോലെയാണ് ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു വിധി എന്ന് പറയുന്നത്. നമുക്ക് ഇനിയും നമുക്ക് മാത്രം ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ തരുമായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഇനിയും ആരെങ്കിലും ഇതുപോലെ ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവർ വീണ്ടും ഞങ്ങൾ പോയ ഇതുപോലെ ഈ ഒരു വഴിയിലൂടെ പാതയിലൂടെ അവർ വീണ്ടും തിരിഞ്ഞു നടക്കേണ്ടി വന്നതിന്. ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊരു നിയമം പോലെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കൂടിയാണ് ഞങ്ങളിത് ഹൈക്കോടതിയിൽ വരെ പോയിട്ട് ഇതിന് കേസ് ഇങ്ങനെ കൊടുത്തിട്ട്
ഇതിനെ വിജയിപ്പിച്ചെടുത്തത് എന്ന് വേണം പറയാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വലിയൊരു പോരാട്ടമാണ്. കാരണം സിയയുടെയും സഹദിന്റെ ഒരു ഫോളോവർ എന്ന നിലയിൽ എനിക്ക് അറിയാവുന്നത് ആദ്യം മുതലേ ഉള്ള ഒരു കഥ എപ്പോഴും ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ എങ്ങനെ കുറേ കൗതുകങ്ങളുണ്ട്. അപ്പോൾ സഹദ് ഈ താഴേക്കുള്ള സർജറി ചെയ്യുന്നതിന് അല്ലെ മുൻപാണ് കുഞ്ഞാകാം എന്ന് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ തീരുമാനം തന്നെ വളരെ നിർണായകമാണ്. ആ തീരുമാനം എടുത്തപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ്, എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നൊക്കെ അടക്കമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സബിയ കുഞ്ഞിങ്ങ് വന്നതോടെ നമുക്ക് ആ ഒരു ടെൻഷനൊക്കെ മാറി വലിയ സന്തോഷത്തിലേക്ക് നിങ്ങൾക്കൊപ്പം ഞങ്ങളും മാറി. ഇപ്പോൾ ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യവും ഒഴിഞ്ഞതോടെ ഈ പറഞ്ഞതുപോലെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഇനിയും ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്കും നിങ്ങളുടെ വഴിയെ നടക്കാമെന്നൊരു ഉറപ്പാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നു സിയ? എന്നെ പേഴ്സണലി ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സിയ, പക്ഷെ ഞങ്ങളെ കൊണ്ട് സാധിക്കാതെ പോയതാണ്, നിന്നിലൂടെ നീ സാധിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെടുത്തൊരു എഫേർട്ട്, കാരണം ആരും മടിക്കും, സ്വതവേ സമൂഹത്തിനെ പേടിച്ചിട്ടാണ് എല്ലാവരും പിന്മാറുന്നത് ഈ ഒരു കാര്യത്തിൽ. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ട്രാൻസിൻ്റെ ലൈഫ് എന്ന് പറയുമ്പം സമൂഹത്തിലുള്ള ആളുകൾ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, ഒരു നിശ്ചിത തൊഴിൽ ചെയ്യുന്ന ആളുകൾ എന്നുള്ളൊരു ലേബലാണ് ട്രാൻസ് ഒരു കമ്മ്യൂണിറ്റിക്കുള്ളത് പൊതുവെ. അപ്പം അതിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ജനനം, അങ്ങനെ ഒരു തൊഴിൽ, ഒരു മരണം എന്നതിലുപരി ഞങ്ങൾക്കൊരു തലമുറ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ലൈഫ് വേണം, ഞങ്ങൾക്ക് അത് എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതിന് മുന്നേ ഞാൻ ഈ കാര്യം സഹദിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് സഹദ് ഒട്ടും വില്ലിങ് ആയിരുന്നില്ല ഈ ഒരു കാര്യത്തിന്. ആ സാഹചര്യത്തിൽ ഞങ്ങൾ വേറെ പല മാർഗങ്ങളും ഞങ്ങൾ നോക്കി. നമ്മുടെ കമ്മ്യൂണിറ്റിയെ തന്നെ ഒരുപാട് പേര് ഇപ്പം അഡോപ്ഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതും പോസിബിൾ അല്ല എന്നുള്ളത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയ സമയത്താണ് ഇത് തന്നെ പോസിബിൾ ഉള്ളൂ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നതും. നമ്മുടെ നിർമ്മല ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ തന്നെ ഒരു ഡാൻസ് ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മയായിരുന്നു ഞങ്ങളെ കൺസൾട്ട് ചെയ്തത്. അപ്പം മാമാണ് ഇതിൻ്റെ വശങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നത്. അതിന് ആ ഡോക്ടേഴ്സിനോടും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനോടൊക്കെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അത്രയും നന്ദി അവരോട് ഞങ്ങൾ പറയണം. കാരണം ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കാളും ആശങ്ക ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പല സർജറികളും കഴിഞ്ഞ ആളുകളായിരുന്നു ആ സമയത്ത്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഞങ്ങളുടെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങളുടെ കുഞ്ഞിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു തീരാ വേദന ലൈഫ് ലോങ് ആയി മാറും ചെയ്യും. അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചിട്ട് അവൾക്ക് ഒരു കുറവുമില്ല ഇതുവരെ, എല്ലാം കൊണ്ടും അവൾ ഓക്കെയാണ്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, മിടുക്കിയായിട്ട് സബിയക്കുട്ടി വളർന്നു വരട്ടെ. അതിന് ഇടയ്ക്ക് ഒന്ന് പറയാനുള്ളത്, നമ്മൾ ഈ സബിയമോളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബാലാവകാശ കമ്മീഷൻ നിയമമൊക്കെ വളരെ ശക്തമായതുകൊണ്ട് തന്നെ സിയുടെയും സഹദിൻ്റെയും ഒക്കെ അനുവാദത്തോടെയാണ് സബിയയുടെ ദൃശ്യങ്ങൾ ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് മാതാപിതാക്കളുടെ ഉറപ്പ് നേടിയ ശേഷമാണ് സബിയ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ചോദിക്കാനുള്ളത്, ഈ സർജറിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോഴും പല ആളുകളും ഈ പൂർണ്ണമായും